PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് സംഘം കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, വീണ്ടും വിവരാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ഈ PSCക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യമല്ലേ? PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷന് പരാതി. PSC ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കാതെ PSC ഒളിച്ചു കളിക്കുന്നു എന്ന് ഉദ്യോഗാർത്ഥി പരാതിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അൻഫിൽറ്റ് ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, വീണ്ടും വിവരാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയിരിക്കുകയാണല്ലേ? ഗോപിക, തീർച്ചയായും PSCയുടെ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം, അതായത് SIT രൂപീകരിച്ചുള്ള അന്വേഷണ സംഘം, അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് PSC ആസ്ഥാനത്തെത്തി രേഖകളൊക്കെ പരിശോധിക്കും. മറ്റു പരീക്ഷകളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ, സമാനമായ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്വേഷണം വളരെ ശക്തമാക്കി കൂടുതൽ രേഖകൾ കണ്ടെത്താനും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതേസമയം വിവരാവകാശ കമ്മീഷന് വീണ്ടും പരാതി ലഭിച്ചിരിക്കുകയാണ്. അതായത് ഈ ഉത്തരവ്, വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാതെ ഒളിച്ചു കളിക്കുകയാണ് PSC എന്നാരോപിച്ച് അല്ലെങ്കിൽ വീണ്ടും ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. കൂടുതൽ നടപടി വേണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് വിവരാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക്, അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നൽകണമെന്ന് 7 ദിവസത്തിനകം നൽകണമെന്നുമാണ് അന്ന് വിവരാവകാശ കമ്മീഷന് ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കാനാകില്ല എന്ന് PSC അറിയിച്ചു. കാരണം വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു ഉത്തരവിടുന്നത് ചട്ടലംഘനമാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമായിരുന്നു PSC അധികൃതർ നൽകിയ വിശദീകരണം. അതനുസരിച്ച് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതി വിവരാവകാശ കമ്മീഷനും അതിൽ മറ്റൊരു ഹർജി നൽകാം, നിയമപരമായി തന്നെ എതിർക്കുമെന്ന് വിവരാവകാശ കമ്മീഷനും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ രീതിയിൽ PSCയുടെ ഭാഗത്തുനിന്ന് ഒളിച്ചുകടി നടക്കാൻ PSC ആകട്ടെ നിയമപരമായി നേരിടുന്നുമില്ല. എന്നാൽ ആ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാൻ വൈകുന്നു. അപ്പോൾ ഇത് രണ്ടും ചെയ്യാതെ PSC നിൽക്കുന്നത് കൊണ്ടാണ് ഒന്നുകിൽ PSC നിയമപരമായി പോരാടാൻ ഉറച്ചു നിൽക്കണം. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിയമപരമായി ഇതിനെ നേരിടും. അതല്ല എങ്കിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് മാനിച്ചുകൊണ്ട് രേഖകളൊക്കെ ഉദ്യോഗാർത്ഥികൾ നൽകണം. ഇതാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് രണ്ടിനും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് PSC ഒത്തുകളിക്കുന്നു എന്ന് ആരോപിച്ച് വീണ്ടും പരാതി നൽകിയിരിക്കുന്നു വിവരാവകാശ കമ്മീഷൻ. ഇപ്പോൾ ഇതിലൊരു നടപടി എടുക്കണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ആലപ്പുഴയിലൊക്കെ നടന്ന PSCയുടെ പരീക്ഷ ചോദ്യപേപ്പർ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ കണ്ടിരുന്നു. ഇതൊക്കെ ആഭ്യന്തര വിജിലൻസ് ആണ്, PSCയുടെ ആഭ്യന്തര വിജിലൻസ് SP ആണ് ഇതിൽ അന്വേഷിക്കുന്നത്. അങ്ങനെ PSCയുടെ പരീക്ഷയെ ബന്ധപ്പെട്ട് നിരന്തരം ക്രമക്കേടുകളും നിരന്തരം പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘം, SIT രൂപീകരിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നു. മറ്റു പരീക്ഷകളിലൊക്കെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതടക്കം അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും PSCയുടെ ആസ്ഥാനത്ത് അന്വേഷണ സംഘം എത്തി രേഖകൾ പരിശോധിക്കും.